നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് രഞ്ജിത്ത് വിനയ് ബാബു. നമ്മുടെ യൂട്യൂബ് ചാനലായ ആസ് എ സിറ്റിസൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റ് നമ്മൾ ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ കസ്റ്റമർ ഫേവറായിട്ട് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിനെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ബേസ്മെൻറ്റ് മുതൽ വർക്ക് ഫിനിഷ് ചെയ്ത് താക്കോൽ കൈമാറ്റം ചെയ്യുന്നത് വരെയുള്ള കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിൻ്റെ എഗ്രിമെൻറ്റിനെ കുറിച്ചാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ ഓരോ വീടിൻ്റെയും അല്ലെങ്കിൽ ഓരോ ബിൽഡിങ്ങിൻ്റെയും വർക്കുകൾ നമ്മൾ ആരംഭിക്കുന്നത് നമ്മളുടെ ലോക്കൽ ബോഡി, പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെയോ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള പെർമിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഒരു വീട് അല്ലെങ്കിൽ ബിൽഡിങ് നിർമ്മിക്കുവാൻ ആരംഭിക്കുന്നത്. അപ്പോൾ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ടത് ഈ ഒരു പ്ലാനിനെ ബേസ് ചെയ്തായിരിക്കണം, ആ പ്ലാനിൻ്റെ രീതിക്കനുസരിച്ചായിരിക്കണം നമ്മൾ ആ ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇതിന് മുന്നോടിയായിട്ട് നമ്മൾ എവിടെയാണോ നമ്മൾ ഈ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വീടിൻ്റെ ആ സ്ഥലം നമ്മൾ കണ്ടെത്തി അതിനുശേഷം ഈ സ്ഥലത്തേക്ക് വേണ്ടുന്ന വൈദ്യുതി നമ്മൾ തന്നെ എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിന് വേണ്ടുന്ന വാട്ടർ റിസോഴ്സ് അത് നമ്മൾ കണ്ടെത്തേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു കൺസ്ട്രക്ഷൻ എഗ്രിമെൻറ്റിലേക്ക്, അതായത് നല്ലൊരു കോൺട്രാക്ടറെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൃത്യമായിട്ട് വർക്കുകൾ എടുത്ത് യഥാസമയം വർക്കുകൾ പൂർത്തീകരിച്ച് കൊടുക്കുന്ന മറ്റ് ഡിസ്പ്യൂട്ടുകളൊന്നും ഇല്ലാത്ത കോൺട്രാക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് വളരെയധികം നമ്മൾ ആലോചിച്ചതിന് ശേഷം അല്ലെങ്കിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കോൺട്രാക്റ്റ് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ കൊടുക്കുവാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു എഗ്രിമെൻറ്റ് എന്തായാലും നമ്മൾ ഏർപ്പെടണം. അല്ല, വാക്കാലുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ പേരിൽ ഒരിക്കലും നമ്മളൊരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ് കൊടുക്കുന്ന സമയത്ത് പൊതുവേ നമ്മൾ കണ്ടുവരുന്നത് ഫീറ്റിൻ്റെ റേറ്റ് പറഞ്ഞിട്ടാണ് ഒരു വർക്ക് കോൺട്രാക്ടർമാർ എടുക്കാറുള്ളത്. എന്നാൽ അങ്ങനെ നമ്മൾ ഒരിക്കലും കോൺട്രാക്റ്റ് കൊടുക്കരുത്. ടോട്ടൽ നമ്മുടെ കയ്യിലുള്ള പ്ലാൻ അനുസരിച്ചിട്ട് ടോട്ടൽ ഈ ഒരു പ്രോജക്റ്റിന് എത്ര രൂപയാവും എന്നുള്ളതിൻ്റെ പൂർണ്ണമായ രൂപം നമ്മൾ മനസ്സിലാക്കി ആ ഒരു എമൗണ്ട് കാണിച്ചിട്ട് ആ ഒരു എമൗണ്ടിനെ ബേസ് ചെയ്തായിരിക്കണം നമ്മുടെ ഒരു കോൺട്രാക്റ്റുമായി മുന്നോട്ട് പോകേണ്ടത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറെ കൊണ്ട് നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കുക. ഈ പ്ലാന് നമ്മൾ ലോക്കൽ ബോഡിയിൽ നിന്നും അപ്രൂവൽ നേടിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഏത് കോൺട്രാക്ടറെയാണോ ഈ ഒരു വർക്ക് ഏൽപ്പിക്കാൻ പോകുന്നത് അദ്ദേഹവുമായി ഒരു കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റിൽ നമ്മൾ ഏർപ്പെടുക. ആ കോൺട്രാക്റ്റിനുള്ളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പ്ലാൻ പ്രകാരം നമ്മൾ പണിയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ വീടിൻ്റെ ടോട്ടൽ കോസ്റ്റ് നമ്മൾ കണക്കാക്കിയിട്ട് ആ എമൗണ്ടിനെ ബേസ് ചെയ്തായിരിക്കണം നമ്മുടെ എഗ്രിമെൻറ്റ് തയ്യാറാക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ടൈം ഡ്യൂറേഷനാണ്. എത്ര കാലത്തിനുള്ളിൽ നമ്മുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് എത്ര സമയത്തിനുള്ളിൽ നമുക്ക് ഇത് ഫിനിഷ് ചെയ്ത് കൈമാറാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഈ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഈ ടോട്ടൽ എമൗണ്ടിൽ നിന്നും ഓരോ ഘട്ടത്തിലും നമ്മൾ പൈസ കൊടുക്കുന്ന രീതിയിലായിരിക്കണം ഈ എഗ്രിമെൻറ്റ് തയ്യാറാക്കേണ്ടത്. മുഴുവൻ തുകയും നമ്മൾ ഒരുമിച്ച് കൊടുക്കാതെ ഓരോ ഘട്ടത്തിലും ബേസ്മെൻറ്റിൻ്റെ ഫിനിഷിങ്ങിൽ ഇത്ര രൂപ, അതുപോലെ തന്നെ വാൾ കെട്ടിത്തീരുമ്പോൾ ഇത്ര രൂപ, അതുപോലെ തന്നെ കോൺക്രീറ്റ് കഴിയുമ്പോൾ ഇത്ര രൂപ, അങ്ങനെ ഓരോ ഘട്ടത്തിലും ഇത്ര രൂപ കൊടുക്കാമെന്നുള്ള രീതിയിലായിരിക്കണം ഈ ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കേണ്ടത്. ഇനി ഫൗണ്ടേഷൻ ബേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, നമ്മളുടെ ഭൂമിക്ക്, നമ്മൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ ഘടന നമ്മൾ മനസ്സിലാക്കുക. ആ സോയിൽ കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം അവിടെ കരിങ്കല്ല് കൊണ്ടാണോ അതല്ല അവിടെ പില്ലറിലും ബീമിലും ഈ ഒരു ഫൗണ്ടേഷൻ ബേസ്മെൻറ്റ് വരണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ നമ്മളത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് ആ ഒരു കാര്യം നമ്മൾ കൃത്യമായി നമ്മുടെ എഗ്രിമെൻറ്റിൽ കാണിച്ചിരിക്കണം. ഇപ്പോൾ ഉറപ്പില്ലാത്ത ഒരു ഭൂമിയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കരിങ്കല്ല് കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഫൗണ്ടേഷൻ ബേസ്മെൻറ്റിന് ഉറപ്പ് കിട്ടില്ല. ആ സ്ഥലങ്ങളിൽ നമ്മൾ ഫില്ലറും അതുപോലെ തന്നെ ബീമും വെച്ചിട്ടാണ് ഈ ഒരു ഫൗണ്ടേഷൻ ബേസ്മെൻറ്റ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ബീമും ഫില്ലറും പണിയുമ്പോൾ അതിൽ ഏത് രീതിയിൽ അതിൻ്റെ വിഡ്ത്തും അതിൻ്റെ ലെങ്ത്തും അല്ലെങ്കിൽ ഹൈറ്റും ഒക്കെ ഏത് രീതിയിലായിരിക്കണമെന്നും അതിലുപയോഗിക്കേണ്ട കമ്പി ഇത്ര ഉള്ളതായിരിക്കണം, അതിൽ ഉപയോഗിക്കുന്ന റിങ് അതിൻ്റെ ഡിസ്റ്റൻസ് ഈ രീതിയിലായിരിക്കണം ഇങ്ങനെയുള്ള കൃത്യമായ ഒരു കണക്ക് നമ്മൾ ഒരു എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ തയ്യാറാക്കി നമ്മൾ അതും ഈ ഒരു എഗ്രിമെൻറ്റിൽ കാണിച്ചിരിക്കണം. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് രീതിയിലുള്ള ബ്രിക്കാണ് നമ്മുടെ ഈ ഒരു വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. സിമൻറ്റ് കൊണ്ടുള്ള ബ്രിക്ക് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഇഷ്ടിക വെച്ച് നമുക്ക് നമ്മുടെ വീട് നിർമ്മിക്കാം. അത് ഏതാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചും നമ്മൾ ഈ ഒരു എഗ്രിമെൻറ്റിൽ കൊടുത്തിരിക്കണം.
പിന്നെ അതിലുപയോഗിക്കേണ്ട സിമെൻറ്റിനെക്കുറിച്ചും മണലിനെക്കുറിച്ചും, മണലാണ് നമ്മൾ പുഴയിൽ നിന്നെടുക്കുന്ന മണലാണെങ്കിൽ അതിനെക്കുറിച്ച് സ്പെസിഫിക്കായിട്ട് പറഞ്ഞിരിക്കണം. അത് അല്ല സാൻഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് പറയണം. പീ സാൻഡ് ആണെങ്കിൽ അതിനെക്കുറിച്ച് പറയണം. അതുപോലെ തന്നെ ഈ വീടിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വുഡ്, ഏത് രീതിയിലുള്ള വുഡാണ് ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത്, എത്ര ജനലുകൾ വേണം, എത്ര വാതിലുകൾ വേണം, അത് എത്ര, അതിൻ്റെയൊക്കെ അളവുകൾ ഏത് രീതിയിലായിരിക്കണം, ആ ജനലുകളിൽ ഉപയോഗിക്കുന്ന കമ്പികൾ അതിന് എത്ര എണ്ണം ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ കോൺക്രീറ്റ് ജനാലകളാണോ ഉപയോഗിക്കുന്നത് എങ്കിൽ അതിനെക്കുറിച്ച് പറയണം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച്, ഇതൊക്കെ കൃത്യമായി നിങ്ങളുടെ എഗ്രിമെൻറ്റിൽ ഉണ്ടായിരിക്കണം. ഇനി തടിയുടെ കാര്യത്തിൽ ഏത് തടിയാണ്, തേക്കാണെങ്കിൽ തേക്ക്, അല്ലെങ്കിൽ പ്ലാവ് ആണെങ്കിൽ പ്ലാവ്, ഇത് കൃത്യമായിട്ട് ഇതിൽ ഇന്ന ക്വാളിറ്റിയിലുള്ളത് വേണമെങ്കിൽ ആ ക്വാളിറ്റിയും നിങ്ങൾ അതിൽ മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ കോൺക്രീറ്റിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മണലിൻ്റെയും മെറ്റലിൻ്റെയും സിമെൻറ്റിൻ്റെയും ഒക്കെ ഒരു പ്രപ്പോർഷൻ എത്രയാണ്, ഏത് രീതിയിലാണ് നിങ്ങളത് എടുക്കേണ്ടതെന്നുള്ളത് എഞ്ചിനീയറിൽ നിന്ന് മനസ്സിലാക്കി ആ കാര്യം കൃത്യമായി നിങ്ങളുടെ എഗ്രിമെൻറ്റിൽ കാണിച്ചിരിക്കണം. അതുപോലെ തന്നെ കോൺക്രീറ്റ് സമയത്ത് ഉപയോഗിക്കേണ്ടുന്ന കമ്പിയെക്കുറിച്ച്, ഏത് ബ്രാൻഡിലുള്ള കമ്പി വേണം, അത് എത്ര ആയിരിക്കണം, അത് എത്ര കിലോഗ്രാം കമ്പി ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ എഞ്ചിനീയറിൽ നിന്നും മനസ്സിലാക്കുകയും ആ എഞ്ചിനീയറുടെ നിർദ്ദേശപ്രകാരം ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങളതും ഈ ഒരു എഗ്രിമെൻറ്റിൽ കാണിച്ചിരിക്കണം. വീട് അത് നമുക്ക് വേണ്ടിയാണ് പണിയുന്നത്. അപ്പം അത് ഏറ്റവും സ്ട്രോങ് ആയിരിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മളുടേതാണ്. അതുകൊണ്ട് ഇത് നനച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നതാണ് നല്ലത്. കാരണം മറ്റൊരാൾ ചെയ്യുന്നതിലും നല്ലത് ഒന്നുകിൽ നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ നേരിട്ട് ചെയ്യുക. നമ്മൾ നല്ല രീതിയിൽ ഈ കോൺക്രീറ്റിന് ശേഷം ഇത് നനച്ചു കൊടുക്കേണ്ടതാണ്. പ്ലാസ്റ്ററിങ്ങിനും കോൺക്രീറ്റിനും ശേഷം നല്ല രീതിയിൽ നനച്ചു കൊടുക്കേണ്ടതാണ്. ഇനി ഇതിൽ വയറിങ്ങിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞിരിക്കണം. ഇത് വയർ ചെയ്യുന്നത് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു വയർമാനെ കൊണ്ട് തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ അതിൽ ഇന്ന ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ലൈറ്റ് വേണ്ടെടുത്ത് ലൈറ്റ്, പ്ലഗ്, അത് ഇന്ന രീതിയിലുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് കൃത്യമായി അതിൽ പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഓരോ മെറ്റീരിയലും അതിലുപയോഗിക്കേണ്ട സ്വിച്ചസ്, അതുപോലെ തന്നെ വയർ, അതുപോലെ തന്നെ ELCB, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് ഏത് ബ്രാൻഡിൻ്റെ ആണെന്നും അത് കൃത്യമായിട്ട് അത് എത്ര എണ്ണം വേണമെന്നൊക്കെ ഉള്ളത് കൃത്യമായി നിങ്ങളതിൽ പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പ്ലംബിങ്ങിൻ്റെ കാര്യത്തിൽ പ്ലംബിംഗ് മെറ്റീരിയൽസ്, അത് പൈപ്പിൻ്റെ കാര്യത്തിൽ PVC വേണോ, CPVC വേണോ, അതുപോലെ തന്നെ ഫിറ്റിങ്സിൻ്റെ കാര്യത്തിൽ അത് ടാപ്പുകളും അതുപോലെ തന്നെ ബാത്റൂമിലൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസൊക്കെ ഏത് ബ്രാൻഡിൻ്റെ വേണം എന്നുള്ള കാര്യം കൃത്യമായി നമ്മൾ പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ വാട്ടർ ടാങ്ക്, അത് ഏത് രീതിയിലുള്ളത് വേണം, അത് സ്റ്റീലിൻ്റെ വേണോ, ഫൈബറിൻ്റെ വേണോ, എത്ര എത്ര ലിറ്റർ കപ്പാസിറ്റി ഉള്ള വാട്ടർ ടാങ്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു എഗ്രിമെൻറ്റിൽ നിങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ബാത്റൂമിൻ്റെ സേഫ്റ്റി ടാങ്കിനെ കുറിച്ചുള്ളത്. അത് ഏത് രീതിയിലുള്ളത്, കോൺക്രീറ്റ് വേണോ അതോ മറ്റേതെങ്കിലും മെറ്റീരിയലാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അത് ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ എഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്തിരിക്കും. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം ടൈല് അല്ലെങ്കിൽ ഗ്രാനൈറ്റ്, ഏത് രീതിയിലുള്ള ഗ്രാനൈറ്റുകളാണ് നിങ്ങൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കണം, ഏത് സ്റ്റാൻഡേർഡിലുള്ളതായിരിക്കണം, അതിൻ്റെ ഏതെങ്കിലും ബ്രാൻഡ് നിങ്ങൾ ഉദ്ദേശിക്കുമെങ്കിൽ ആ ബ്രാൻഡ്, അപ്പോൾ അത് നിങ്ങളുടെ സാന്നിധ്യത്തിൽ വാങ്ങേണ്ടതാണെങ്കിൽ അപ്പോൾ അതിനെക്കുറിച്ചും നിങ്ങൾ കൃത്യമായി എഗ്രിമെൻറ്റിൽ കൊടുക്കേണ്ടതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് പെയിൻറ്റിങ്ങിനെ കുറിച്ചാണ്. പെയിൻറ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ സിമൻറ്റ് പ്രൈമർ അടിക്കുന്നതിനെക്കുറിച്ചും അത് എത്ര കോട്ട് അടിക്കണം, അതുപോലെ തന്നെ പുട്ടി ഇടേണ്ട സ്ഥലങ്ങളിൽ എത്ര കോട്ട് പുട്ടി ഇടേണ്ടതായിട്ടുണ്ട്, അതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് ബ്രാൻഡിലുള്ള പെയിൻറ്റാണ് ഉപയോഗിക്കേണ്ടത്, അത് എത്ര കോട്ട് അടിക്കേണ്ടി വരും, അതുപോലെ തന്നെ പോളിഷ് ചെയ്യേണ്ട സാധനങ്ങൾ എത്ര കോട്ട് പോളിഷ് ചെയ്യേണ്ടി വരും, ഏത് മെറ്റീരിയലാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും നിങ്ങൾ കൃത്യമായി ഈ ഒരു എഗ്രിമെൻറ്റിൽ സൂചിപ്പിക്കേണ്ടതാണ്. പിന്നെ ഈ വീടിനുള്ളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇൻറ്റീരിയർ ഡെക്കറേഷൻസുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും കൃത്യമായി നിങ്ങൾ ഈ എഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ കിച്ചൺ കബോർഡുകൾ പണിയുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ കിച്ചണിലുള്ള ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുക. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു എഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ പലരും ആലോചിക്കുന്നുണ്ടാവും, ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നതിന്, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചൊക്കെ ഇതുപോലൊരു വീഡിയോ വേണമെന്ന് നിങ്ങൾക്കൊരു പക്ഷേ തോന്നിയേക്കാം. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം പല സ്ഥലങ്ങളിലും പല ആളുകൾക്കിടയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പലയിടത്തും ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാകുമ്പോഴാണ് ഇത് വലിയ കാര്യമായി നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഈ ആദ്യകാലങ്ങളിൽ ഈ കോൺട്രാക്ടറും ഈ പറയുന്ന ഹൗസ് ഓണറും തമ്മിൽ വളരെ സൗഹൃദത്തിലായിരിക്കും ഈ ഒരു വർക്കിലേക്ക് കടക്കുന്നത്. എന്നാൽ പിന്നീട് പലപ്പോഴും ഈ വർക്ക് കൊടുക്കുന്ന ആൾക്ക് ഒരു കാഴ്ചക്കാരനെ പോലെ നോക്കി നിൽക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഈ വർക്ക് എടുക്കുന്ന ആളുകൾ അവർക്കിഷ്ടമുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുകയും അവർക്കിഷ്ടമുള്ള രീതിയിൽ വർക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയും ഇഷ്ടമുള്ള കാലത്തോളം ഈ വർക്ക് പെൻഡിങ്ങിൽ വെക്കുകയൊക്കെ ചെയ്യുന്നൊരു സംവിധാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലൊരു വളരെ കൃത്യമായ ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കേണ്ടതുണ്ട്.
എത്ര ബലപ്പെട്ട ഒരു എഗ്രിമെൻറ്റ് നമ്മൾ തയ്യാറാക്കിയാലും മുടക്കുന്ന പൈസയ്ക്കനുസരിച്ച് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളുടെ ഈ വീട് പണിഞ്ഞു കൊണ്ടുവരുവാൻ വേണ്ടി ഒന്നുകിൽ നമ്മളുടെ പ്രസൻസ് അല്ലെങ്കിൽ നമ്മളെപ്പോലെ അവിടെ നോക്കിക്കണ്ട് ചെയ്യാൻ നമ്മളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവിനെ നമ്മൾ ഇതിനു വേണ്ടി നിയോഗിക്കേണ്ടതാണ്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്വപ്നത്തിനനുസരിച്ച് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് ഒരു വീട് പണിഞ്ഞ് അതിൽ സന്തോഷത്തോടുകൂടി നമ്മൾ താമസിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു രീതിയിലുള്ള പ്രിക്കോഷനും കൂടി ഈ വീട് പണിയുന്ന സമയത്തിന് എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.